കണ്ടു പഠിക്കട കമ്മികളെ. എത്ര ഐക്യത്തോടെയാണ് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് തലസ്ഥാന നഗരസഭയിലെ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അതിവേഗം ബഹുദൂരം ഞങ്ങൾ ഓടിയെത്തി എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എല്ലാവരും ഒറ്റ മനസ്സാണ്. ഞങ്ങൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പോ ന്യൂജൻ ഐക്യമാണ്. പണ്ട് പല തരത്തിലുള്ള ഐക്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ചില ഐക്യ മദ്യം, അത് ബോട്ടിൽ തീരുന്നവരെയുള്ള ആ ഐക്യം മാത്രമേ ഉണ്ടാകൂ. അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോ ആ മദ്യമില്ലാതെ തന്നെയുള്ള ഐക്യത്തിന്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കേട്ടെ. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ കോൺഗ്രസിൽ കൂട്ടരാജി. കോൺഗ്രസ് കാഞ്ഞിരംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 50-ലേറെ പേർ രാജിവെച്ചു. KPCC അധ്യക്ഷന് കത്തു കൈമാറി. രാജിവെച്ചവർ CPIM-ൽ ചേരാൻ സാധ്യത. കൂട്ടരാജി, അതായത് രാജിവെക്കുന്നതിന് മുന്നോടിയായിട്ട് ആരാണോ പ്രഖ്യാപിച്ച വിഭാഗത്തിനെല്ലാം ഒരു റൗണ്ട് പൊട്ടിച്ചതിന് ശേഷം രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയാണ്. 50 പേരാണ് ഇപ്പോ കാഞ്ഞിരംകുളത്ത് ആ ജനകീയമായിട്ടുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്നത്. ഇനിയിപ്പോ കാഞ്ഞിരംകുളത്ത് കോൺഗ്രസ് ഇല്ല എന്ന കാര്യം ഉറപ്പായി. 50 പേര് രാജിവെച്ചെങ്കിൽ പിന്നെ ആ ഏരിയയിലെങ്ങും ഇനി കോൺഗ്രസ് പാർട്ടി ഇല്ലെന്ന് ഉറപ്പിക്കാം. കാര്യം ഇപ്പൊ നുള്ളിപ്പറക്കിയാണ് എവിടെയെങ്കിലുമൊക്കെ 50 കിട്ടുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കോൺഗ്രസിന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രദേശത്ത് മുഴുവൻ പാർട്ടി നശിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊരു ഐക്യമാണ്! ഇത്രയും ഐക്യം അത് കോൺഗ്രസിലല്ലാതെ വേറെ എവിടെയും കാണാൻ കഴിയില്ല. എന്തൊക്കെ തള്ളായിരുന്നു. അതായത് മാധ്യമ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി നേരത്തെ തന്നെ കോർപ്പറേഷനുകളിലെ ഒരു മാജിക്, ഞങ്ങൾ ഇതാ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. കോൺഗ്രസ് പഴയ കാലത്തെ പോലെയല്ല. പണ്ട് തമ്മിലടി തീർത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്ന കാലം എത്തിയതിന് പകരമായിട്ട് ഇക്കുറി നേരത്തെ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ അങ്ങ് തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു. ഇനിയിപ്പോ എന്ത് വേണം? പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ പല സ്ഥാനാർത്ഥിമാർക്കും കൂടെ പ്രവർത്തിക്കാൻ ആളില്ലാത്ത അവസ്ഥ. അതായത് സ്ഥാനാർത്ഥി മാത്രം ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. നഗരസഭയിലെ 48 വാർഡ് പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ അവസ്ഥ. ബാക്കിയും കൂടെ വരുമ്പോൾ തലസ്ഥാനത്ത് കോൺഗ്രസിന്റെ കാര്യം വെടിയും പുകയുമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പൊ തന്നെ നിയമം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് സീറ്റ് നിർണയം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായിട്ട് മുരളീധരനൊക്കെ തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. കാര്യം കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം VD സതീശനെ വരെ പൊങ്കാല ഇടുന്നവരാണ്. അവർക്ക് ഈ അധികാരത്തിനപ്പുറം നേതാവെന്നൊന്നുമില്ല, ആരായിരുന്നാലും കിട്ടും. ആ നിലയ്ക്കാണ് നിയമം ഷജീറിന് സീറ്റ് കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം മുരളീധരന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥ അവർ വഴിയിൽ തടഞ്ഞതും ഇറങ്ങിപ്പോകുന്ന അവസ്ഥയൊക്കെ എത്തിയതും. അതിനുശേഷം എല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞ് എല്ലാം കോംപ്രമൈസ്. ആ വാർത്ത നിങ്ങൾ കേട്ടില്ലേ? ഇതാണ് കോംപ്രമൈസ്. കല്ലമ്പലത്ത് 2ാം റൗണ്ട് അടിപൊട്ടുന്ന ദൃശ്യവും പുറത്തു വന്നു. ഇപ്പോ ആകെ കൂടി ദീപാവലി അങ്ങോട്ട് കഴിഞ്ഞെങ്കിൽ എന്ത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിനകത്ത് മുഴുവൻ ദീപാവലിയാണ്. അടിനാശം, വെള്ളപ്പൊക്കം, ബോംബ് സ്ഫോടനം എന്ന് പറയുന്ന അവസ്ഥയിലാണ്. ഇത് എന്തായി തീരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. മിക്കവാറും സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കുന്നതോടുകൂടി ഒരു 5-6 രക്തസാക്ഷികളെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്.